ഞാനൊരു ഈന്തപ്പഴത്തിൻ്റെ ആളല്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും അത് കഴിച്ചിട്ടാണ് നോമ്പ് പറഞ്ഞത്. പിന്നെ വെള്ളം കുടിച്ച്, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച്, പിന്നെ ലൈം ഉണ്ടായിരുന്നു അതും കുടിച്ച്, പിന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും മുസമ്പി ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരു മധുരവും ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ബ്രൗണി കൂടെ കഴിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി, സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഷിനാജും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഫുഡ് കഴിച്ച്. പിന്നെയും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രോബെറി കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ന്യൂട്രലായാലും മുക്കി കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മണ്ണാർക്കാട് പോയി കണ്ട. ഈ സമയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറേ ദിവസമായി അവക്കാഡോ വാങ്ങിക്കണമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 2 പ്രാവശ്യം ചെന്നപ്പോഴും കിട്ടിയില്ലായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, ഒടുക്കത്തെ വിലയാണ്. 2 എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആയി കേട്ടോ. പിന്നെ ഒരു തണ്ണിമത്തൻ, പിന്നെ ഇത് ഞാൻ വെറുതെ ഷോയ്ക്ക് കയ്യിലെടുത്ത് പിടിച്ചതാണ്. പിന്നെ ഇതേ സ്ട്രോബെറിയുടെ അഡിക്റ്റ് ആയിക്കുവാണ് ഞാൻ. ഇപ്പം ന്യൂട്രലായാലും മുക്കി കഴിക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഞാൻ എടുത്ത ബോക്സിലുള്ളതൊക്കെ കേടാന്ന് പറഞ്ഞിട്ട് ഷിനാജ് ഒന്ന് നല്ലത് നോക്കി എടുക്കുകയാണ്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഫവാസിനെ കണ്ടത്. മണ്ണാർക്കാട് വന്നാൽ പിന്നെ സ്ഥിരം ഇയാളെ കാണും. അങ്ങനെ അതേ ഒരു പാൽ സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.